പറഞ്ഞത് അബദ്ധമായി പോയി എന്ന് അവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരുന്ന ഒരു കാലം വരും. 100% എനിക്കുറപ്പുണ്ട്. തൻ്റെ മകൻ പൃഥ്വിരാജിനെ പരിഹസിക്കാൻ ശ്രമിച്ചവർക്ക് നടി മല്ലിക സുകുമാരൻ നൽകിയ മറുപടിയാണിത്. ദിലീപ് നായകനായ ഭഭബ എന്ന ചിത്രത്തിലെ ഒരു വിവാദ ഡയലോഗും അതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളുമാണ് ഇന്ന് മലയാള സിനിമയിലെ പ്രധാന ചർച്ചാവിഷയം. എന്താണ് ആ വിവാദം? മല്ലിക സുകുമാരൻ ഇത്ര കടുപ്പിച്ചു പറയാൻ കാരണമെന്ത്? നമുക്ക് വിശദമായി നോക്കാം. നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത ഭഭബ എന്ന ചിത്രം വലിയ പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലെത്തിയത്. ഒരിക്കൽ കൂടി ദിലീപും മോഹൻലാലും ഒന്നിക്കുന്നു എന്നതിനപ്പുറം ദിലീപും ധ്യാൻ ശ്രീനിവാസനും ഒന്നിക്കുന്നു എന്നതായിരുന്നു ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. എന്നാൽ ചിത്രം പുറത്തിറങ്ങിയതിന് പിന്നാലെ പ്രേക്ഷകർ ശ്രദ്ധിച്ചത് അതിലെ ഒരു പ്രത്യേക രംഗമാണ്. ധ്യാൻ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന ഗോഡ്സൺ അഞ്ചരക്കണ്ടി എന്ന കഥാപാത്രം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഗൗരവത്തോടെ പറയുന്ന ഒരു ഡയലോഗ്. ഈ സംഭവത്തോടുള്ള എൻ്റെ പ്രതികരണം ഞാൻ അകത്തുന്നയിക്കും. തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റോ പ്രതികരണമോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതുണ്ടായില്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. ഈ വരികൾ കേൾക്കുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2017 ആ സംഭവബഹുലമായ ദിവസമാണ്. നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്ന് അമ്മ സംഘടനയുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പൃഥ്വിരാജ് സുകുമാരൻ മാധ്യമങ്ങളോട് പറഞ്ഞ കൃത്യമായ വാക്കുകളായിരുന്നു ഇത്. അന്ന് പൃഥ്വിരാജ് കാണിച്ച ആർജവത്തെയും നിലപാടിനെയും ഇന്നും സിനിമാ ലോകം ബഹുമാനത്തോടെയാണ് കാണുന്നത്. എന്നാൽ അതേ വാക്കുകൾ ഒരു ദിലീപ് ചിത്രത്തിൽ ഹാസ്യരൂപേണ ഉപയോഗിച്ചത് പൃഥ്വിരാജിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണെന്ന വിമർശനം സോഷ്യൽ മീഡിയയിൽ പടർന്നു. ദി സ്റ്റോറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് മല്ലിക സുകുമാരൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. മകനെതിരെയുള്ള ഇത്തരം ഒളിയമ്പുകളെ അവർ പുഞ്ചിരിയോടെ നേരിട്ടു. എന്നിരുന്നാലും അവർ പറഞ്ഞ വാക്കുകളിൽ വ്യക്തമായ താക്കീതുകളുണ്ടായിരുന്നു. സിനിമയിലെ ഈ ഡയലോഗിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടോ എന്ന ചോദ്യത്തിന് ഉറപ്പല്ലേ, അത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം എന്നായിരുന്നു മല്ലികയുടെ മറുപടി. പൃഥ്വിരാജിന്റെ പഴയ നിലപാടുകളെ പരിഹസിക്കാൻ അണിയറ പ്രവർത്തകർ ബോധപൂർവം ചെയ്ത നീക്കമാണിതെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം ആ പടത്തെക്കുറിച്ച് തന്നെ ആളുകൾ പറയുന്നത് വലിയ ഗുണമൊന്നുമില്ല എന്നാണ്. പൃഥ്വിരാജ് പറഞ്ഞ ഒരു ഡയലോഗ് വെറുതെ ആവശ്യമില്ലാതെ ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആർക്കെങ്കിലും ഒരാൾക്ക് വിവരമുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡയലോഗ് പറയണോ സാറേ എന്ന് പറയാമായിരുന്നുവെന്നും മല്ലിക സുകുമാരൻ തുറന്നടിച്ചു. സിനിമയിലെ അണിയറ പ്രവർത്തകർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പേരിൽ പൃഥ്വിരാജിനെ എന്തിന് വലിച്ചിഴയ്ക്കുന്നു എന്ന ചോദ്യം അവർ ഉയർത്തുന്നു. പൃഥ്വിരാജിന് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്നും എന്നാൽ ഇത്തരം തരംതാഴ്ന്ന പരിഹാസങ്ങൾ നടത്തുന്നവർ ഭാവിയിൽ ഖേദിക്കേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി. ഭഭബ എന്ന ചിത്രം തിയേറ്ററുകളിൽ വൻ പരാജയമായിരുന്നുവെന്നാണ് സിനിമാ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഒടുവിൽ OTTയിൽ എത്തിയപ്പോഴും വലിയ പരിഹാസങ്ങളാണ് ചിത്രം നേരിടുന്നത്. പൃഥ്വിരാജിനെ പരിഹസിക്കാൻ കാണിച്ച ആവേശം തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ് പ്രേക്ഷകരുടെ പ്രധാന പരാതി. ചിത്രത്തിലെ പല രംഗങ്ങളും ദിലീപിന്റെ പഴയകാല സൂപ്പർ ഹിറ്റ് സിനിമകളെ അനുകരിക്കാൻ ശ്രമിച്ചതാണെങ്കിലും അവയൊന്നും ഈശിയില്ല. ഈ സാഹചര്യത്തിലാണ് മല്ലിക സുകുമാരന്റെ വാക്കുകൾ പ്രസക്തമാകുന്നത്. ഒരു സിനിമ വിജയിപ്പിക്കാൻ മറ്റൊരാളെ പരിഹസിക്കേണ്ടതില്ലെന്നും സിനിമയുടെ നിലവാരം തകരുമ്പോൾ ഇത്തരം പരാമർശങ്ങൾ വെറും വിവരക്കേടായി മാത്രം കാണേണ്ടി വരുമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2017 ശേഷം മലയാളം സിനിമയിൽ വ്യക്തമായ ഒരു ചേരിതിരിവ് ദൃശ്യമാണ്. നടിക്കൊപ്പം നിന്നവരും അല്ലാത്തവരും എന്ന രീതിയിലുള്ള വേർതിരിവ് പലപ്പോഴും ചർച്ചയാകാറുണ്ട്. പൃഥ്വിരാജ് എക്കാലത്തും നടിക്കൊപ്പം ഉറച്ചു നിന്ന വ്യക്തിയാണ്. ആ കേസുമായി ബന്ധപ്പെട്ട പല സുപ്രധാന തീരുമാനങ്ങളും എടുക്കാൻ സംഘടനയെ പ്രേരിപ്പിച്ചത് പൃഥ്വിരാജിന്റെ ശക്തമായ നിലപാടുകളായിരുന്നു. ദിലീപിന്റെ സിനിമയിൽ പൃഥ്വിരാജിനെ ലക്ഷ്യം വെക്കുന്നത് ഇതാദ്യമായല്ല. മുൻപും പല സിനിമകളിലും ഇത്തരം പരോക്ഷ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ പൃഥ്വിരാജ് എന്ന നടൻ ഇന്ന് മലയാള സിനിമയിൽ നിൽക്കുന്നത് ഇത്തരം ചെറിയ കളികൾക്ക് മുകളിലാണെന്ന് മല്ലിക സുകുമാരൻ പറയാതെ പറയുന്നു. മല്ലിക സുകുമാരൻ അഭിമുഖത്തിൽ പറഞ്ഞ ഏറ്റവും പ്രസക്തമായ വാചകം ഇതാണ്: 100% ഞാൻ വിശ്വസിക്കുന്നു. അബദ്ധമായി പോയി എന്ന് പറഞ്ഞത് അവർക്ക് തന്നെ തിരുത്തി പറയേണ്ടി വരും. ഇതിലൂടെ അവർ അർത്ഥമാക്കുന്നത് കാലം സത്യം തെളിയിക്കുമെന്നാണ്. പൃഥ്വിരാജ് അന്ന് എടുത്ത നിലപാടുകൾ ശരിയായിരുന്നുവെന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം വരുമെന്നും അന്ന് പരിഹസിച്ചവർക്ക് സ്വന്തം വാക്കുകൾ തിരിഞ്ഞു കടിക്കുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മല്ലിക സുകുമാരന്റെ പ്രതികരണം മലയാള സിനിമാ ലോകത്ത് പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. സിനിമ ഒരു കലാരൂപം എന്ന നിലയിൽ വളരുന്നതിന് പകരം വ്യക്തിപരമായ പകപോക്കലുകൾക്കുള്ള വേദിയായി മാറുന്നതിനെ സിനിമാ പ്രേമികൾ എങ്ങനെ നോക്കിക്കാണുന്നുവെന്നത് ഗൗരവകരമായ കാര്യമാണ്. ഭഭബ എന്ന സിനിമ വിസ്മൃതിയിലേക്ക് നീങ്ങുമ്പോഴും മല്ലിക സുകുമാരൻ ഉയർത്തിയ ചോദ്യങ്ങൾ മലയാള സിനിമയിലെ ധാർമ്മികതയെക്കുറിച്ചുള്ള ചിന്തകളായി അവശേഷിക്കുന്നു. മറ്റൊരാളുടെ ഗൗരവകരമായ നിലപാടുകളെ കോമാളിത്തരമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം തകർച്ചയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഈ വിവാദം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.